വെടിനിർത്തൽ തൽക്കാലം ഇല്ല എങ്കിലും ഇസ്രയേലിന് ഇനിയും ഭയക്കേണ്ടതുണ്ട്. ഹിസ്ബുള്ളയെ പേടിച്ച് നെതന്യാഹു എവിടെ പോയി ഓടി ഒളിച്ചാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുന്നിൽ ഒരു നാൾ നിന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ യുദ്ധത്തിനപ്പുറം ഏത് നിമിഷവും അറസ്റ്റ് ഉള്ളത് അതിലും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ കോടതിയുടെ കാല് പിടിച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ് ഇസ്രയേൽ. അപ്പീൽ തീരുന്നതുവരെ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും എതിരായിട്ടുള്ള അറസ്റ്റ് വാറണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യണമെന്നും അപ്പീൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു എല്ലാം വിജയിച്ച് കഴിഞ്ഞ് ഒരിക്കലും ആശ്വസിക്കുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞതിൻ്റെ പുറമിൽ രണ്ടാമത്തെ പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഏത് നിമിഷവും ഉണ്ടാകും. കാരണം അത് വേറൊന്നുമല്ല, ഈ നീതിന്യായ കോടതി കുറച്ച് ദിവസം മുമ്പായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അറസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതും അറസ്റ്റിന് ഉത്തരവിടുന്നതും. അങ്ങനെ ആ അറസ്റ്റിന് ഉത്തരവിട്ടപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കകൾ അപ്പോൾ ഉണ്ടായില്ലെങ്കിലും പിന്നീട് ചില നിലപാടുകൾ വന്നിരുന്നു. അതായത് മറ്റു രാജ്യങ്ങൾ ഇങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഏറെ പെട്ടുപോയി. അതായത് തങ്ങളുടെ രാജ്യങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും ഞങ്ങൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പിടിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യങ്ങളിൽ കാൽ കുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് UN ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വന്നതോടെ ഇസ്രയേൽ ആകെ പെട്ടുപോയി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഗസ യുദ്ധത്തിൻ്റെ യുദ്ധക്കുറ്റം ആരോപിച്ചായിരുന്നു ഈ നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനുമെതിരെയുള്ള ലോക നീതിന്യായ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചത്. ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദിഫീനെതിരെയും സമാനമായിട്ടുള്ള അറസ്റ്റ് വാറണ്ടാണ് പുറപ്പെടുവിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാരപരിധിയും അറസ്റ്റ് വാറണ്ടുകളുടെ നിയമസാധുതയും ചോദ്യം ചെയ്യുമെന്നും ഹർജി തള്ളിയാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രയേലിനെതിരെ എത്രമാത്രം പക്ഷാപാതപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇനി US ഉം ഫ്രാൻസും നെതന്യാഹുവിനെ പിന്തുണയ്ക്കുകയും വാറണ്ടുകൾ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. എന്നാൽ UK യും കാനഡയും അറസ്റ്റ് വാറണ്ട് പാലിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അറസ്റ്റ് വാറണ്ട് ICCയുടെ ജൂതവിരുദ്ധയാണ് കാണിക്കുന്നത് എന്ന് നെതന്യാഹു ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7 ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന് പിന്നാലെ പശ്ചിമേഷ്യ അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു. ഈ ഗസയെ കൂടാതെ ലെബനൻ, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാരണം പശ്ചിമേഷ്യ അശാന്തിയുടെ തീരമായിരുന്നു. എന്നാൽ അതിൽ ചെറുതായെങ്കിലും ആശ്വാസമാവുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണെങ്കിലും നേരത്തെ പറയുന്നത് പോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന് വളരെ പ്രതിസന്ധിയാണ്. 14 മാസത്തെ സംഘർഷങ്ങൾക്കൊടുവിലാണ് ഇരുപക്ഷവും വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നത്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാറാണ് ഇരുവിഭാഗവും അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ഈ ആശ്വാസ വാർത്തകൾക്കിടയിൽ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെട്ടവർക്ക് ലെബനനിലേക്ക് തിരിച്ചു വരുന്ന സന്തോഷകരമായിട്ടുള്ള കാഴ്ച പശ്ചിമേഷ്യയിൽ കാണാനും കഴിയും. 2006 ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ച UN സുരക്ഷാ കൗൺസിൽ പ്രമേയം പ്രകാരമുള്ള രൂപരേഖയാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ പിന്തുടരുന്നത്. ഇനി ഇസ്രയേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പിൻവാങ്ങുമെന്നും അല്ലെങ്കിൽ അതിർത്തിയിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള ലിറ്റാനി നദിയുടെ വടക്ക് ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയെ തങ്ങളുടെ സൈനിക സാന്നിധ്യവും നിരീക്ഷണവും പൂർണ്ണമായി നീക്കണമെന്നുമാണ് കരാറിലെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത്. ഈ ലെബനനിലെ ഔദ്യോഗിക സൈനിക ശക്തിക്കും സുരക്ഷാ സേനയ്ക്കും മാത്രമേ ആയുധം കൈവശം വയ്ക്കാനുള്ള അനുമതി ഉള്ളൂ എന്നാണ് വെടിനിർത്തൽ കരാറിനെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമമായിട്ടുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ള ലെബനീസ് സർക്കാരിന്റെ ഭാഗമല്ലാത്ത, അവരുടെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭാഗമല്ലാത്ത ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള സമ്പൂർണ്ണമായി നിരായുധരാകാൻ സാധ്യതയില്ല എന്നും എന്നാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ആയുധം ഉപയോഗിക്കാം എന്നുള്ള നിരീക്ഷണമാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നടത്തുന്നത്. എങ്കിലും വെടിനിർത്തൽ ശാശ്വതമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വയ്ക്കുന്നത്. മാത്രമല്ല കരാർ അമേരിക്കയുടെ നേതൃത്വത്തിൽ നിരീക്ഷിക്കുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി തയ്യാറായത്. മധ്യസ്ഥർ മുഖാന്തരമാണ് ഹിസ്ബുള്ള വെടിനിർത്തൽ ചർച്ചയ്ക്ക് പങ്കെടുത്തിരുന്നതും. കരസേനയ്ക്കും കരുതൽ സേനയ്ക്കും വിശ്രമിക്കാനും യുദ്ധ സാമഗ്രികൾ പുനഃസ്ഥാപിക്കാനുമുള്ള അവസരമായാണ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ സമീപിക്കുന്നതും. ഇതെല്ലാം നടക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവിഭാഗങ്ങളിൽ നിന്നും കനത്ത സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള വെടിനിർത്തൽ കരാർ ഏറെ ആശ്വാസമാണെന്ന് ഇരു രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട്. ഇനി ഞായറാഴ്ച ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള 200-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരുന്നു. പിന്നാലെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ബെറൂട്ടിലടക്കമുള്ള പ്രധാന നഗരങ്ങളിലേക്ക്
തീവ്രമായിട്ടുള്ള വ്യോമാക്രമണമായിരുന്നു ഇസ്രയേൽ നടത്തിയിരുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ ഹിസ്ബുള്ളയിലെ പേജർ വോക്കി ടോക്കി സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രയേലുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്നത്. ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല അടക്കം നിരവധി നേതാക്കൾ ഇസ്രയേൽ വധിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ 3700 പേരാണ് ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനിൽ മാത്രം കൊല്ലപ്പെട്ടത്. 126 പേർ ഇസ്രയേലിലും കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോഴും ഗസയുടെ സ്ഥിതിയിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ നവംബറിലെ വെടിനിർത്തൽ കരാർ ഒരാഴ്ച കൊണ്ട് തന്നെ ലംഘിക്കപ്പെട്ടതിന് ശേഷം ഇതുവരെയുള്ള വെടിനിർത്തൽ കരാറുകൾ ഗസ ഇസ്രയേൽ സംഘർഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ഇനി പ്രധാനമായിട്ടും ഇസ്രയേലും ഗസയ്ക്കും മധ്യസ്ഥരായിട്ടുള്ള ഖത്തർ വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കില്ലെന്ന് വ്യക്തമാക്കി ദൗത്യത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. ഇരു കക്ഷികളും ചർച്ചയിൽ അവരും താല്പര്യവും ഗൗരവവും പ്രകടിപ്പിച്ചാൽ മാത്രമേ ഇനിയൊരു ചർച്ചയ്ക്ക് പങ്കാളിയാകൂ എന്നായിരുന്നു ഖത്തറിന്റെ വാദം. അതുകൊണ്ട് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ചർച്ച നടത്തുന്നുണ്ട് എങ്കിലും അത് മറ്റു രണ്ടുപേർക്കും ആശ്വാസമാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ പേടിക്കാനുള്ള കാര്യങ്ങൾ ഏറെയാണ്. അതാണ് ഈ അറസ്റ്റ് വാറന്റും.